So good morning. Good morning, sir. Okay. സോക്കോവിന്റെ numerical problems ആണ് നമ്മൾ ഇന്നലെ ഒരു സാമ്പിൾ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. So today we will solve a few more. ഒന്നോ രണ്ടോ നോക്കാം ടൈം അനുസരിച്ച്. So you will copy the question. ഇത് ഇന്നലെ സ്ലൈഡിൽ ഉണ്ടായിരുന്നു. You could not solve it yesterday. So you have a diverging duct with a normal shock, stationary normal shock inside. Question copy അതിന്റെ താഴെ ഒരു ഫിഗർ ഉണ്ട്. That also you can copy. Exit to entry area of a divergent duct is 1.4:1. The Mach number at inlet and exit 1.7 and 5.5 respectively. A normal shock wave occurs in the duct, assuming isentropic flow of air before and after the shock. Determine the location of normal shock in the duct, percentage loss in stagnation pressure, and entropy change. Copy ചെയ്ത് കഴിഞ്ഞിട്ട് പറയൂ. ഫിഗർ കൂടി വരയ്ക്കുക. കംപ്ലീറ്റ് ചെയ്തോ? Yes, sir. ഫിഗർ ഓഫ്. ഓക്കെ. അപ്പൊ ഇതില് നമ്മള്
divergent duct in the case isotropic flux from inlet to exit that we have solved in the second module. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് you have a normal shock curve standing inside the duct. അപ്പോൾ കണ്ടിന്യൂറ്റി ഫ്ലോ കണ്ടിന്യൂറ്റി അവിടെ ഇല്ല. കാരണം നോർമൽ ഷോക്ക് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആണ്. So you can say the flow is continuous from inlet to the location where the shock curve appears. അപ്പോൾ ഇവിടെ ഇൻലെറ്റ് ഐ എന്നും എക്സിറ്റിനെ ഇ എന്നും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. And you can see the upstream and downstream of the shock curve represented 1 and 2. അപ്പോൾ നമ്മൾ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ബെറ്റർ വി വിൽ യൂസ് എക്സ് ആൻഡ് വൈ ഇൻസ്റ്റെഡ് ഓഫ് 1 and 2. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് നമ്മൾ നേരത്തെ നൊട്ടേഷനിൽ കൊടുക്കുന്നത് ഇവിടെ 1 ആണ്, വൈ എന്നുള്ള നൊട്ടേഷനിൽ വരുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഷോക്കോവിന്റെ ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് ഡിഫറെന്റ് കേസസ് ആണ്. ലെഫ്റ്റിൽ എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർസോണിക് ഫ്ലോ ആണ്. And it becomes subsonic once it crosses the normal shock curve. അപ്പോൾ ഇവിടെ നമുക്ക് 3 region, 4 regions, the total from inlet to exit of the duct, you can divide it into 3 regions. ഏതാ 3 regions പറയുന്നത്? ഒന്ന് ഇൻലെറ്റ് ചെയ്യുന്ന എക്സ് വരെയുള്ള സെക്ഷൻ, എക്സ് വരെയുള്ള പോർഷൻ, അല്ലെങ്കിൽ 1 എന്നുള്ള പോർഷൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 1 എന്നുള്ള മാർക്ക് ചെയ്തിരിക്കുന്നത്. ബെറ്റർ വി വിൽ യൂസ് ഇറ്റ് ആസ് എക്സ്. സോ 1 I to upstream section X you have isentropic flow. കാരണം അവിടെ അതിന്റെ അത്രയും റീജിയണിൽ ഐസെൻട്രോപിക് ആണ്. അതുപോലെ തന്നെ Y, അതായത് ഇതിന്റെ ഡൗൺസ്ട്രീം, ഷോക്കോന്റെ ഡൗൺസ്ട്രീം എന്ന് ഡക്റ്റിന്റെ എക്സിറ്റിൽ വരെയുള്ള പോർഷൻസ് 3 ഇവിടെ 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഐസെൻട്രോപിക് ആണ്. ബട്ട് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്താണ്? നോർമൽ ഷോക്ക് ആണ്. സോ ദാറ്റ് പാർട്ട് ഓഫ് ദ ഫ്ലോ ഈസ് നോട്ട് ഐസെൻട്രോപിക്, ഇറ്റ് ഈസ് അഡയാബാറ്റിക്. നോൺ ഐസെൻട്രോപിക് ആണ്, അല്ലെങ്കിൽ അഡയാബാറ്റിക് എന്ന് വേണം പറയാം. അഡയാബാറ്റിക് ആണ്, റിവേഴ്സിബിൾ അഡയാബാറ്റിക് അല്ല. സോ യു ക്യാൻ സ്പ്ലിറ്റ് ദിസ് പ്രോബ്ലം ഇൻടു എ ഫ്ലോ കൺസിസ്റ്റിംഗ് ഓഫ് എ നോൺ ഐസെൻട്രോപിക് റീജിയൻ ഇൻ ബിറ്റ്വീൻ 2 ഐസെൻട്രോപിക് റീജിയൻസ്. അപ്പോൾ I and 3 regions are isentropic, whereas the region 2, ഇവിടെ 2 മാർക്ക് ചെയ്ത റീജിയൻ എന്താണ്? നോൺ ഐസെൻട്രോപിക് ആയിട്ടുള്ള റീജിയൻ ആണ്. അപ്പൊ ഈ നോർമൽ ഷോക്ക് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ മൊഡ്യൂൾ ചെയ്ത പോലെ ഒരു ഐസെൻട്രോപിക് ഫ്ലോ കണ്ടീഷൻ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് വി ഹാവ് ഫ്ലോ ഐസെൻട്രോപിക് in regions 1 and 3, whereas it is non-isentropic in the region 1 and 2 or x and y. അപ്പോൾ അത് നിങ്ങൾ അതിന്റെ താഴെ എഴുതുക. അപ്പോൾ ബെറ്റർ നിങ്ങൾ ആ ഫിഗറിൽ 1 and 2 എന്നുള്ളതിന് പകരം അവിടെ എക്സ് ആൻഡ് വൈ എന്നുള്ള നൊട്ടേഷൻ എഴുതുക. നമുക്ക് കാരണം നമ്മളത് ഡാറ്റാ ബുക്കിലായാലും PX PY എന്നുള്ള നൊട്ടേഷൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നാളെ നിങ്ങളിനി എടുത്ത് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട. യു റൈറ്റ് എക്സ് ഇൻസ്റ്റെഡ് ഓഫ് 1 ഹിയർ ആൻഡ് 2 ന് പകരം y എന്നുള്ളത് എഴുതുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴേ MX MY എന്നേ പറയത്തുള്ളൂ. ഓക്കെ, സോ ബിലോ ദാറ്റ് യു റൈറ്റ്, in this case the flow region between inlet and exit of the duct can be divided into 3. In this case the flow between fluid flow between in this case the fluid flow between the inlet and exit of the duct can be divided into 3 regions. അതിൽ 1 ആ നൊട്ടേഷൻ ഒക്കെ അവിടെയാണ്, റോമൻ ലെറ്റർ ക്യാപിറ്റൽ 1 അവിടെ എഴുതിയിട്ടുണ്ട്. 1 ഏതാണ്? ഐസെൻട്രോപിക് ഫ്ലോ ബിറ്റ്വീൻ ഇൻലെറ്റ് സെക്ഷൻ I, സ്മോൾ ലെറ്റർ I. ഇൻലെറ്റ് സെക്ഷൻ അവിടെ നോക്കുക, ഇൻലെറ്റ് സെക്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് സ്മോൾ ലെറ്റർ I ആണ്. സോ ദാറ്റ് ഇൻലെറ്റ് സെക്ഷൻ I ആൻഡ് ദി അപ്സ്ട്രീം X. അപ്സ്ട്രീം സെക്ഷൻ X. അപ്പോൾ ഇത് ഈ റീജിയൻ എന്ന് പറയുന്നത് ഐസെൻട്രോപിക് ആണ്. ആൻഡ് ദാറ്റ് റീജിയൻ ഈസ് റീജിയൻ 1 or region. Then 2 non-isentropic region where shock curve, normal shock curve is standing. Non-isentropic region where normal shock curve is standing. അതാണ് എക്സും വൈയും. അത് നിങ്ങൾക്ക് XY എന്ന് എഴുതാം ബ്രാക്കറ്റിൽ. So that is XY.
and third is again isentropic region between y and e. Isentropic region between y and e. This region 3. So this E ആണ്. This region is y. So here you have isentropic. So this region is isentropic. Isentropic region. Okay. Here this is also isentropic. Isentropic. This region is also isentropic. But region 2 is non-isentropic. So this is non-isentropic. Not isentropic or non-isentropic. Not. ഈ മൂന്ന് റീജിയൻസ് ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡക്റ്റിന്റെ എക്സിറ്റ് ഏരിയ ടു ഇൻലെറ്റ് ഏരിയ റേഷ്യോ. ദാറ്റ് ഈസ് യു ഹാവ് ഗിവൺ AE by right AE by given AE by AI. AI equal to എന്താണ് 1.4. So that is 1.4. So this is what you have given in the question. The area ratio is 1.4. Exit area to inlet area equal to 1.4. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? Inlet Mach number, duct in the inlet Mach number, we have represented as MI. Let us say it is MI. MI is given as 1.7. So that is another data what you have that is mentioned in the question. So MI it is 1.7. Then ME is given. Duct in the exit le. Duct in the exit le. Mach number തന്നിട്ടുണ്ട് എത്രയാണ്? 0.5. So this all data are given in the question. So duct in the exit le Mach number, inlet le Mach number തന്നിട്ടുണ്ട്. വേറെ ഡാറ്റ ഒന്നുമില്ല. ക്വസ്റ്റ്യനിൽ കാണേണ്ടത് എന്താണ്? എവിടെയാണ് ഈ നോർമൽ ഷോക്ക് വേവ്? അതായത് ഈ ഡക്റ്റിന്റെ നോർമൽ ഷോക്ക് വേവ് വരുന്ന സെക്ഷന്റെ ഏരിയ അല്ലെങ്കിൽ ലൊക്കേഷൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ഏത് ഈ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് യു ഹാവ് ഗിവൺ എനി ഡയമീറ്റർ ഓർ ഏരിയ ഓഫ് ദി ഇൻലെറ്റ് ഓർ എക്സിറ്റ്. വാട്ട് യു ക്യാൻ ഡു ഈസ് യു ക്യാൻ ഗെറ്റ് എ റേഷ്യോ. ഈ ഷോക്ക് അപ്പിയർ ആവുന്ന സെക്ഷന്റെ ഏരിയ യു ക്യാൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഐദർ ഇൻലെറ്റ് ഏരിയയുടെ എത്ര ടൈംസ് ആയിട്ടെന്നോ എക്സിറ്റ് ഏരിയയുടെ എത്ര ടൈംസ് ആണെന്നോ രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചത്, എവിടെയാണ് ഈ നോർമൽ ഷോക്ക് വേവ് ഡക്റ്റിന്റെ അകത്ത് ഈ ഒരു സിറ്റുവേഷനിൽ അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്? ദ പെർസെന്റേജ് ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ. പെർസെന്റേജ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാവുന്നത് നമ്മൾ പറഞ്ഞു, ഇൻലെറ്റിനും എക്സിറ്റിനും ഇടയിൽ 3 റീജിയൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ റീജിയൻ 1ഉം റീജിയൻ 2ഉം റീജിയൻ 3ഉം എന്താണ്? ഐസെൻട്രോപിക് റീജിയൻ ആണ്. അപ്പൊ ആ റീജിയൻസിൽ എന്താണ് കേസ്? പ്രഷർ ലോസ് ഇല്ല. കാരണം സ്റ്റാഗ്നേഷൻ പ്രഷർ ഐസെൻട്രോപിക് ഫ്ലോയിൽ കോൺസ്റ്റന്റ് ആണ്. സോ ദർ ഈസ് നോ പ്രഷർ ലോസ് ഇൻ റീജിയൻ 1 ആൻഡ് റീജിയൻ 3. പക്ഷേ ഷോക്ക് വേവിന് അക്രോസ് ആയിട്ട് എന്താണ്? സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് ഉണ്ട്. സോ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ യു ഹാവ് പ്രഷർ ലോസ്. So that you have to account. അപ്പോൾ അത് എത്ര പെർസെന്റേജ് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. പെർസെന്റേജ് ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ. സോ ദാറ്റ് you can calculate. Then entropy change. Again entropy change നമ്മൾ പറയുമ്പോൾ എന്താണ്? റീജിയൻ 1ലും റീജിയൻ 3ലും entropy change ഇല്ല. കാരണം അത് ഐസെൻട്രോപിക് ആണ്, entropy കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ റീജിയൻ 1 ആൻഡ് റീജിയൻ 3 don't have any entropy change. So entropy change വരുന്നത് എവിടെയാണ്? across the normal shock wave. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷറിന്റെ കേസ് പറഞ്ഞു. ആ സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ അറിയാമെന്നുണ്ടെങ്കിൽ സിമ്പിൾ റിലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഇക്വേഷൻ നിങ്ങൾ ഡാറ്റാ ബുക്കിലുണ്ട്. ഓർ യു ക്യാൻ യു ഹാവ് ദാറ്റ് ഇക്വേഷൻ ഡെൽറ്റ എസ് ആസ് ആർ എൽ എൻ പി ഒ എക്സ് ബൈ പി ഒ വൈ. ആ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എൻട്രോപ്പി ചേഞ്ച് കാൽക്കുലേറ്റ്. ഇതാണ് ഈ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ ഒരു വേറെ കാര്യം പറയുമ്പോൾ നമുക്കൊരു ഏരിയ റേഷ്യോ നമ്മളെപ്പോഴും ഡിഫൈൻ ചെയ്യുമ്പോൾ always we define an area ratio. നമ്മുടെ ഡാറ്റാ ബുക്കിൽ എടുക്കുന്നതാണ് A by A asterisk. ഈ ഒരു ഏരിയ റേഷ്യോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിൽ ആ ഡിനോമിനേറ്ററിൽ കൊടുത്തിരിക്കുന്ന ഏരിയ എന്താണ്? ക്രിട്ടിക്കൽ ഏരിയ ആണ്. ക്രിട്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഏരിയ വേർ ദി മാക് നമ്പർ റീച്ചസ് യൂണിറ്റി.
അപ്പൊ ഈ ക്രിട്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ആ ഫ്ലോ റീജിയന്റെ മിനിമം ഏരിയ ആയിരിക്കും. അപ്പൊ ആ മിനിമം ഏരിയ നമ്മൾ ഒരു ഡക്റ്റിന്റെ കേസിൽ നമ്മൾ ഇതിനു മുമ്പ് ഐസെൻട്രോപിക് ഫ്ലോ ഈ ഷോക്ക് വേവ് ഇല്ലാത്ത കേസിൽ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, ഈ ഷോക്ക് വേവ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇല്ലറ്റ് തൊട്ട് എക്സിറ്റ് വരെ ഒരു റീജിയൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം എന്താണ്, entire region you can say the isentropy that is continuous if the shock wave was not there inside the duct. അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഷോക്ക് ഡക്റ്റിന്റെ അകത്ത് രണ്ട് ഐസെൻട്രോപിക് റീജിയൻസ് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഒരു നോൺ ഐസെൻട്രോപിക് റീജിയൻ ഉണ്ട്. അപ്പൊ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഐസെൻട്രോപിക് ഒറ്റ റീജിയൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെ അതിന്റെ ഒരു ഈ പ്രോബ്ലത്തിലെ എഫക്ട് എന്ന് പറയുന്നത്, ഈ രണ്ട് റീജിയൻസിനും സെപ്പറേറ്റ് നമുക്ക് ക്രിട്ടിക്കൽ ഏരിയ ഡിഫൈൻ ചെയ്യാം. ഈ എ ആസ്ട്രിക് എന്ന് പറയുന്നത് ദാറ്റ് വിൽ നോട്ട് ബി ദ സെയിം ഏരിയ ഫോർ റീജിയൻ 1 ആൻഡ് റീജിയൻ 2. കാരണം രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഐസോട്രോപിക് റീജിയൻസ് ആണ്. അതിന് തമ്മിൽ കണ്ടിന്യൂസ് അല്ല. ഇൻ ബിറ്റ്വീൻ യു ഹാവ് എ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ദ ഫോം ഓഫ് എ നോർമൽ ഷോക്ക്. സോ യു ക്യാൻ ഡിഫൈൻ ടു values of A asterisk, one corresponding to region 1 and the second value corresponding to region 2. ഷോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു റീജിയൻ നമുക്ക് പറയത്തുള്ളൂ, എപ്പോഴും ഒരു ക്രിട്ടിക്കൽ ഏരിയ കാണത്തുള്ളൂ. ബട്ട് ഹിയർ സിൻസ് യു ഹാവ് ടു ഡിഫറെന്റ് ഐസോട്രോപിക് റീജിയൻസ്, you can define two critical areas, one corresponding to region 1 and the second corresponding to region 3. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിലോട്ട് റിലേറ്റ് ചെയ്യാനാണ് ഈ മാക്സ് നമ്പർ നമുക്ക് തന്നിരിക്കുന്നത്. ഏതൊക്കെ മാക്സ് നമ്പർ തന്നിട്ടുണ്ട്? ഈ ഡക്റ്റിന്റെ ഇൻലെറ്റിലെ മാക്സ് നമ്പർ MI തന്നിട്ടുണ്ട്, എക്സിറ്റിന്റെ മാക്സ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്, വേറെ ഡാറ്റ പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഡാറ്റ ആയിട്ടൊന്നുമില്ല. Then one assumption you can make here is airന്റെ കേസ് flow of air എന്ന് പറഞ്ഞിട്ടുണ്ട്. So you can assume gamma as 1.4. So that you take for assume gamma 1.4 and R the value നമ്മൾ എടുക്കുന്നതാണ് 287. So R you can assume as equal to 287. You take 287 joule per kilogram Kelvin. Okay, so that ഇനി നമുക്കിത് ഡാറ്റാ ബുക്കിന്റെ യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. സപ്പോസ് യു റൈറ്റ് ഫ്രം ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ for the Mach number MI equal to 1.2. Now these രണ്ടും separate കാണാം. For from isentropic plot table, for gamma equal to 1.4, MI equal to എത്രയാണ് 1.7. You may read that isentropic അവിടെ area ratio എത്ര എന്നുള്ളത് റീഡ് ചെയ്യാം. AI by എന്നുള്ള ഏരിയ പറഞ്ഞിരിക്കുന്നത് AI by A asterisk. AI by A asterisk. So you can from the table AI by A asterisk. So AI by A asterisk. അപ്പോൾ ഇതൊരു കാര്യം ചെയ്യാം നമുക്ക്. ഇത് റീജിയൻ 1-ലാണ് ഉള്ളതുകൊണ്ട് let us say this is for region 1. കാരണം region 2-ന് വേറെ വാല്യൂ ആണ്. So this is for region 1. Area ratio എത്ര വരും? Refer the data book. So this is for MI as MI equal to 1.7. അല്ലേ 1.7 അല്ലേ? ഹലോ, ഇന്നത്തെ ബാക്ക് നമ്പർ എത്രയാ? 1.7. 1.7. So from the data book go to the isentropic table. നമുക്ക് ഏരിയ റേഷ്യോ വരുന്ന isentropic ടേബിളിലാണ്. So use the isentropic table. Get the value of AI by A asterisk. ഇത് മനസ്സിലായല്ലോ, റീജിയൻ 1-ന്റെ ക്രിട്ടിക്കൽ ഏരിയ. So that you can get from the table. എത്ര വരും? 1.4 എടുക്കുക. ഐസെൻട്രോപിക് ടേബിളിൽ 1.4-ല് ഏരിയ റേഷ്യോ എത്ര വരും? 1.337. 1.7 ആണ് അല്ലേ? 1.337. Right. 1.337. അപ്പൊ ഇത് ഒരു വാല്യൂ കിട്ടി. സിമിലർലി യു
find out the value for this area ratio for exit Mach number. Again, from the isentropic table, ME equal to 0.5. 0.5. Let us find out AE by A asterisk, and that's for region 2. Region 3. രണ്ടും സെയിം അല്ല, കാരണം രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഐസോട്രോപിക് റീജിയൻസ് ആണ്. ഫസ്റ്റ് റീജിയനിൽ എന്താണ് സൂപ്പർസോണിക് പോയാണെങ്കിൽ സെക്കൻഡ് റീജിയനിൽ വരുമ്പോൾ ഷോക്കോ കഴിഞ്ഞിട്ടാണ് വരുന്നത്, അവിടെ സബ്സോണിക് ആണ് കണ്ടീഷൻസ്. ദിസ് ഇസ് ഈക്വൽ ടു 0.5ന്റെ വാല്യൂ എത്ര നോക്കാം. 0.5 അല്ലേ മാക് നമ്പർ എക്സിറ്റ് പറഞ്ഞേക്കുന്നത്. അതിന്റെ ശരിയായ റേഷ്യോ എത്ര വരും? 1.34 അല്ലേ? 1.34. അപ്പൊ ഈ രണ്ട് ഏരിയ റേഷ്യോസ് നമുക്ക് കിട്ടി. ഈ തന്നിരിക്കുന്ന ഏരിയ റേഷ്യോ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദിസ് ക്രിട്ടിക്കൽ ഏരിയ റേഷ്യോ ഫോർ 1 and 3. ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് കാണാൻ പറ്റും. അതും കൂടി ഒന്ന് കണ്ടേ. അതായത് ഗിവൺ ഏതാണ്? ഗിവൺ യു ഹാവ് ഗിവൺ AE by AI. AE by AI. E by AI എത്രയാ? അത് തന്നിട്ടുണ്ടോ നമുക്ക്? 1.4. അപ്പൊ ഇതും ഇപ്പൊ നമ്മൾ കണ്ട രണ്ട് ഡാറ്റ രണ്ട് ഏരിയ റിലേറ്റ് ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ക്രിട്ടിക്കൽ ഏരിയ ഫോർ 1 by ക്രിട്ടിക്കൽ ഏരിയ ഫോർ 3. അത് കാണാം. അത് തിരിച്ച് എങ്ങനെയാണെന്നുള്ളത് ഇതും ഈ മൂന്ന് ഏരിയ റേഷ്യോ റിലേറ്റ് ചെയ്യും. ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് A critical for I mean 1 region 1 divided by that for 3. ഞാനൊന്ന് ബോർഡിലല്ല എഴുതുന്നത്, അതാണ് ഈ കുറച്ച് ഇതായിട്ട് വരുന്നത്. This is for 3. So you find out this area ratio എത്ര വരും എന്നുള്ളത് കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുക. Good morning. You calculate? കിട്ടിയോ? ക്രിട്ടിക്കൽ ഏരിയ തമ്മിലുള്ള റിലേഷൻ കിട്ടിയോ? റീജിയൻ 1ന്റെ റീജിയൻ 3ന്റെ ക്രിട്ടിക്കൽ ഏരിയ. ഹലോ, 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 ബ്രേക്ക് ആയോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല നിങ്ങൾക്ക്? കേൾക്കാം സാർ. ഓക്കെ ഓക്കെ ഓക്കെ, കിട്ടിയോ?
ഇത്ര സമയം വേണ്ടല്ലോ, ചെറിയ കാൽക്കുലേഷനിലുള്ളൂ. You have AI by A critical for region 1 equal to 1.337 and therefore the exit 1.34. Then exit area to inlet area 1.396 down, sir. Okay, so that is 1.39. ഈ ഏരിയ റേഷ്യോ, അതായത് റീജിയൻ 1ന്റെ ക്രിട്ടിക്കൽ ഏരിയയും റീജിയൻ 3ന്റെ ക്രിട്ടിക്കൽ ഏരിയയും തമ്മിലുള്ള എന്താണ് റേഷ്യോ നമുക്ക് we got it as 1.39. ഇനി ഈ ഡാറ്റയെ ഉള്ളൂ നമുക്ക് അവൈലബിൾ. We can use this data to locate the shortfall. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ നിങ്ങൾ ഡാറ്റാ ബുക്ക് ഉള്ളവര് ജസ്റ്റ് റെഫർ ദ പേജ് 2. പേജ് 2-ല് നമ്മൾ ഡിറൈവ് ചെയ്തതാണ് ആ ഇക്വേഷൻ. 1.4 ഇക്വേഷൻ നോക്കുക. ആ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ എന്താന്നുള്ളത്? You remember it, that W root T naught by A aspect P naught. Maximum mass. നമ്മളെ W എന്നുള്ള നൊട്ടേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് Mmax എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താണ്? മാക്സിമം ഫ്ലോ റേറ്റിന്റെ കണ്ടീഷൻ ആണ്. എന്ന് വെച്ചാൽ ആ ഇക്വേഷൻ ഒരു കാര്യം നോക്കുക. മാസ് ഫ്ലോ റേറ്റ് മാക്സിമം ഫ്ലോ റേറ്റില് T naught കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഈ T naught എന്ന് പറയുന്ന ഒരു നമ്മുടെ ഈ കേസിൽ എടുക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിൽ എടുക്കുവാണെങ്കിൽ, സപ്പോസ് യു വിത്ത് റെസ്പെക്ട് ടു ദ പ്രോബ്ലം വാട്ട് വി ആർ സോൾവിംഗ് നൗ, ആ പ്രോബ്ലത്തില് ഫിഗറിലോട്ട് വരാം. ഈ പ്രോബ്ലത്തിൽ എടുക്കുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് മാക്സിമം കേസിൽ T naught ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണ്, ശരിയല്ലേ? കാരണം ഐസെൻട്രോപിക് ഫ്ലോ ആണെങ്കിലും സ്റ്റോക്ക് റീജിയൻ ആണെങ്കിലും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. പിന്നെ അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്ക്, എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഗാമ 6 ഗാമയും 6 മാത്രമേ ഉള്ളൂ. അതായത് ആ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡിനോമിനേറ്ററിൽ എന്താ കിടക്കുന്നത്? ആ ഇക്വേഷന്റെ ഡിനോമിനേറ്റർ എന്താണ് കിടക്കുന്നത്? Mmax കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു, P naught കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. താഴെ കിടക്കുന്നത് ക്രിട്ടിക്കൽ ഏരിയ ഇൻറ്റു P naught, ഇൻറ്റു P naught, ക്രിട്ടിക്കൽ ഏരിയ ഇൻറ്റു P naught. അപ്പൊ അത് എന്തായിരിക്കും? ആ പ്രോഡക്റ്റ് ഓഫ് ക്രിട്ടിക്കൽ ഏരിയ ഇൻറ്റു സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അത് കോൺസ്റ്റന്റ് ആയിരിക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഹലോ, ഇത് റെസ്പോൺസ്. നിങ്ങളെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം. ആരെങ്കിലും 1-2 പേര് പറയേ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. ഹലോ, ഹലോ, ഹലോ സാർ, കേൾക്കാം. ഞാൻ പറഞ്ഞ ഇടയ്ക്ക് വെച്ച് നെറ്റ്വർക്കിന്റെ പ്രശ്നമായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞ എവിടെ വരെയാ കേട്ടെ? ഹലോ സാറ് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചൊക്കെ കേട്ടായിരുന്നു. ഓക്കെ. ആ ഇക്വേഷൻ നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ അകത്ത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഡിനോമിനേറ്ററിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ നോക്കുക, എന്താണ്? A aspect into P naught എന്നുള്ളതാണ്. സോ ദാറ്റ് A aspect into P naught എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ദി സാച്ചുറേഷൻ ഫ്ലോ. സോ ദാറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. അപ്പൊ ആ റിലേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ യു റൈറ്റ് when mass flow rate is maximum, for the maximum flow rate, for the maximum flow rate through the duct, we have A aspect into P naught. General ആയിട്ട് പറയുകയാണ്, A aspect into P naught. അപ്പോൾ region 1 എന്നോ region 2 എന്നോ 3 എന്നോ തിരിക്കണ്ട. For the maximum flow rate through the duct, A aspect into P naught is constant.
for the maximum flow rate through the duct. മനസ്സിലായോ? For the maximum flow rate through the duct, A asterisk into P naught. So this is a constant. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് ഈ കേസിൽ അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ റീജിയൻ 1-ലും റീജിയൻ 2-ലും എന്താണ് ഐസെൻട്രോപിക് ഫ്ലോ ആണ്. So applying this equation, what you can write is A asterisk into P naught for region 1 equal to the same for region 2. This flow rate the maximum condition ആണെങ്കിലും critical area multiplied by the stagnation pressure will be A asterisk into P naught for region 3. So this is for region. Okay. ഇനി ഇതിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വേണ്ട റേഷ്യോ എഴുതാം. ഇതാണ് A asterisk for region 1. ഇതാണ് നമ്മളിപ്പോ കണ്ടുവച്ചേക്കുന്നത്. A asterisk for region 1 divided by A asterisk for region 3 എന്തായിരിക്കും? will be equal to എന്താണ്? ഹലോ, will be equal to P naught for region 3 by the same for region 1, PO for region 1. For region 1. And the right hand side, what is PO for 3, region 3? Hello? Hello? Are you hearing me? Yes, sir. Yes, കേൾക്കാം. Okay. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇതില് റീജിയൻ 3-ലെ സ്റ്റാഗ്നേഷൻ പ്രശ്നം എന്താണ്? റീജിയൻ 3 എന്ന് പറയുന്നത് ഏതാണ്? റീജിയൻ ടു ദ റൈറ്റ് ഓഫ് ദി ഷോക്ക്. അത് ഐസെൻട്രോപിക് റീജിയൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ റീജിയന്റെ പ്രത്യേകത എന്താണ്? ആ റീജിയനിലെ സ്റ്റാഗ്നേഷൻ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. സിമിലർലി ഫോർ റീജിയൻ 1 this also isentropic region. So in region 1 also the stagnation pressure will be constant. Uttale what you can say is region 1 എന്ന് പറയുന്നത് എന്താണ്? Region 1 from can say right P inletലെ stagnation pressure എന്തായിരിക്കും? POI ആയിരിക്കും. So this POI will be equal to what? POX. കാരണം I2X എന്ന് പറയുന്നത് region 1 ആണ്. അവിടെ ഐസെൻട്രോപിക് region ആണത്. So that stagnation pressure will be constant. So it is POX. So we can say it is POX. So this is for region 1. Region 2-ലോ region 3-ലോ region 3 എന്ന് പറയുന്നത് ചോക്കോവിന്റെ upstream downstream-ലെ region ആണ്. എന്ന് വെച്ചാൽ region 3-ല് again isentropic flow exists. So you can write POY. From Y to E എന്ന് പറയുന്ന POY തന്നെയായിരിക്കും എന്താ? PO. So this is same. So that two region you have different stagnation pressures, but ആ region അത് constant ആണ്. പക്ഷെ റൈറ്റിലും ലെഫ്റ്റിലും വെവ്വേറെയാണ്. കാരണം ഇടയ്ക്ക് ഒരു ഐസോട്രോപിക് നോൺ ഐസോട്രോപിക് region വന്നുകൊണ്ട് ഫ്ലോ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല. So in region 1 and region 3
stagnation pressures will be different, but in region 1 it will be constant and region 3 it will be constant. So you can write with the equation this will be equal to now PO3 എന്ന് പറയുന്നത് POY. This is equal to POY divided by denominator എന്താണ് PO. ഇതിന്റെ വാല്യൂ നമുക്കറിയാം എത്ര ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് what did we got? റേഷ്യോ എത്ര കാൽക്കുലേറ്റ് ചെയ്ത 1.396. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡാറ്റ നമ്മൾ കിട്ടി. അതായത് ഷോക്ക് ലൊക്കേറ്റ് ചെയ്യാനും പറ്റും. എവിടെയാണ് ഷോക്ക് നമുക്കിപ്പോ പറയാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ഷോക്ക് ടേബിൾ എടുക്കുക. ഈ പ്രഷർ റേഷ്യോ ഈ POY ബൈ POX എന്ന് പറയുന്നത് എന്താണ്, ഷോക്ക് എക്രോസ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ പ്രഷറാണ്. കാരണം POY എന്ന് പറയുന്നത് അതിന്റെ ഡൗൺ സ്ട്രീമിലുള്ള സ്റ്റാഗ്നേഷൻ പ്രഷറിന്റെ വാല്യൂ, POX എന്ന് പറയുന്നത് ഷോക്കോവിന്റെ അപ് സ്ട്രീമിലുള്ള സ്റ്റാഗ്നേഷൻ പ്രഷർ വാല്യൂ. ആ റേഷ്യോ നമുക്ക് എത്രയെന്ന് കിട്ടി, 1.396 കിട്ടി. Now you can use this pressure ratio to locate the ഷോക്ക് പൊസിഷൻ. എവിടെയാണ് ഏത് മാക് നമ്പർ ഉള്ള റീജിയൻ ആണ് അല്ലെങ്കിൽ എവിടെയാണ് ഏരിയ എന്നുള്ളത് നമുക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, so now you refer the shock code table. So you take normal shock code table. Normal shock code table എടുക്കുക. POY by POX ന്റെ വാല്യൂ 1.396 വരുന്ന മാക് നമ്പർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. Go to normal shock code table for gamma 1.4. Locate where the POY by POX value is 1.39. കണ്ടുവച്ചിട്ടെന്ന് പറയൂ. The 1.396 അല്ലല്ലോ, ആണോ അത്? അതല്ല, അത് ഏരിയ എന്തോ തിരിച്ചാ അത്. അതൊന്ന് AI ബൈ നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ, A3 ബൈ ഇതായിരിക്കും അല്ലെ കിട്ടിയിട്ടുള്ളത് അല്ലേ. A3 ബൈ AI ആണ് 1.34. ഇതാ AI ബൈ തന്നെ ആണോ? ഇതിനാണ് എഴുതിയിരിക്കുന്നത് ഞാനിവിടെ. ഇതാണല്ലോ എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്കവിടെ നിങ്ങൾ ഇതിന്റെ വാല്യൂ തിരിച്ചായിരിക്കും അല്ലേ. ഒന്ന് വെരിഫൈ ചെയ്തിട്ട് പറയും. ഏത് ഏരിയ റേഷ്യോ ആണ് 1.396 കിട്ടുന്നത് നോക്കിയാൽ A*3 by A*1 1.396. ഓക്കെ, അതാ വലിയ കിട്ടാത്തത്. അപ്പൊ ദിസ് ഈസ് A3 ബൈ അതല്ല 1. നേരത്തെ എഴുതി വെച്ചിട്ട് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇവിടെ 2.396 അല്ല, ഇത് 3യുടെയും 3 ആക്കുക. അത് 3 ആണ് നമുക്ക് വേണ്ട തിരിച്ചുള്ള ഇതല്ല. ഓക്കെ, so you have this POY by POX എന്തായിരിക്കും, ഇത് 1 ബൈ ആയിരിക്കും അല്ലെ. 3 ആണെങ്കിൽ ഇത് തിരിച്ചെടുക്കുമ്പോൾ കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ എഴുതിയാൽ മതി. തിരിച്ചു കഴിഞ്ഞാൽ മതി. It is for 1 എഴുതിയേക്കുന്നത് കറക്റ്റ് ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തിരിച്ചിട്ടാണ് 3 ഇത് P3 ബൈ ഇത് POY ബൈ ഇത് എന്ത് വരും 1 ബൈ അല്ലേ, 1 ബൈ 1.396 വരും ഈ റേഷ്യോ. അത് POY ബൈ POX 1 ബൈ എത്ര വരുന്ന വാല്യൂ നോക്കി, എത്ര വരും നോക്കിയ 1.1396. POY ബൈ POX എനിക്ക് വേണ്ടത് എത്ര വരും എന്ന് പറഞ്ഞാൽ 100.22. 1 by 1.396. സാറേ 0.71. 0.71. Okay, 0.71. Okay. Now you 75. 1 by 1.3. 0.1. 0.717. 0.717. എത്രയാണോ കിട്ടുന്നത് നോക്കുക. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. 0.717 ആണ് POY ബൈ POX.
നമ്മൾ ഡാറ്റ ബുക്കില് നോർമൽ ഷോക്ക് ടേബിള് ഈ പ്രഷർ റേഷ്യോ വരുന്ന മാക് നമ്പർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. 0.717 വരുന്ന നോക്കുക. ഏതാണ്ട് നോക്കുക എവിടെ വരും? 712 ഉണ്ട്. കണ്ടോ? കിട്ടിയോ? നോർമൽ ഷോക്ക് ടേബിൾ, റെഫർ നോർമൽ ഷോക്ക് ടേബിൾ ഫോർ POY എഴുതുക അതിന്റെ താഴെ. From normal shockwave table, gamma 1.4 for POY by POX equal to 0.717. എത്രയൊക്കെ വാല്യൂ കിട്ടുന്ന എഴുതിക്കും. എത്രയാ നമുക്ക് കിട്ടുന്നത്? MX ആയിരിക്കും. MX MY എല്ലാം കിട്ടും. MX MY then PO രണ്ടെന്ന് ഇത്ര എഴുതിയാൽ മതി. POY by POK ഇത് രണ്ടും. MX എത്ര വരുമെന്ന് പറയും? 0.717 പ്രഷർ റേഷ്യോ വരും 2.01. 2.01 എടുക്കാം. So MX is 2.01. 2.01. Then MY എത്ര വരും? 0.576 എടുക്കാം അല്ലേ? 0.57. ഇനി അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് എഴുതാമല്ലോ. ഒരു താഴെ എഴുതിക്കുള്ളൂ. Therefore, the normal shock occurs where the Mach number therefore the normal shock occurs where the Mach number reaches 2.01. അപ്പൊ അത് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിന് ഒരു ആൻസർ ആണ്. പക്ഷെ അതിന് ഒരു ആൻസർ കൂടി കൊടുക്കാം നമുക്ക്. ഏരിയ റേഷ്യോ എത്ര എന്ന് കണ്ടുപിടിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐസൻട്രോപിക് ടേബിൾ എടുക്കുക. ഈ പറയുന്ന ഓൾറെഡി നമ്മൾ ഓക്കെ ഐസൻട്രോപിക് ടേബിൾ ആണ്. ഈ രണ്ട് മാക് നമ്പർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ റേഷ്യോ എത്ര എന്ന് എഴുതുക. യൂസ് ദി ഐസൻട്രോപിക് ടേബിൾ. Isentropic table. So we take isentropic table. Gamma 1.4. MX equal to 2.01. എത്ര വരുന്നു നോക്കിയ ഏരിയ റേഷ്യോ എത്ര നോക്കിയ. അപ്പൊ AX by AY ആയിട്ടുള്ളൂ നമുക്ക്. MX equal to 2.2. ഇപ്പൊ ഈ മാക് നമ്പർ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് AX by ഏതാ? A asterisk 1 asterisk for region 1. ഈ റേഷ്യോ എത്ര കണ്ടുപിടിക്കുക. എത്ര വരും? 1.702. 1.70. അപ്പൊ നിങ്ങൾക്ക് വേറെ രീതി ഇതിനെ നേരത്തെയുള്ള ഏരിയ റേഷ്യോ കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. ഏതാണ്? A1 by one more area if you have already A1 by ഏതാണ്? A asterisk by ഇല്ല ഈ റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടുവച്ചില്ലേ, അത് യൂസ് ചെയ്യാമല്ലോ. A asterisk 1 ഇതെത്ര കിട്ടിയേ? നമ്മൾ എഴുതിയ നോക്കിയേ. ഇത് എത്ര കിട്ടിയിരിക്കുന്നത്? നേരത്തെ കിട്ടിയ എത്രയാ? 1.337. 1.37. ഇത് രണ്ടും ഒന്ന് കമ്പൈൻ ചെയ്തേ. So you can get the relation between AX and A1. AX-ഉം ഇത് രണ്ടും റിലേറ്റ് ചെയ്ത് എന്ത് കിട്ടും? AX by A1. എത്ര വരും? രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. AX by A1 എത്ര വരും? AX by A1 അല്ല, AX by AI. ഓക്കെ സോറി, AI A1 എന്നല്ല നമ്മൾ AI.
എത്ര വരും ആറേഷ്? ഹലോ, എത്ര വരും? 1.273. 1.273. ഓക്കെ. അപ്പൊ അതിന് പറയാമല്ലോ നമുക്ക് എന്താണ്, വേറെ രീതിയിൽ പറയുന്നതാണ്. ഈ AX പറയുന്നത് ലൊക്കേഷനാണ്, എവിടെയാണ്, ഏത് ഏരിയ ഉള്ളിടത്താണ് നോർമൽ ഷോക്ക് വേവ് വരുന്നുള്ളത്. സോ യു ക്യാൻ സേ നോർമൽ ഷോക്ക് വേവ്, therefore you can write another answer as normal shock appears where the area of cross section AX equal to എന്താണ് 1.273 times the inlet area. 1.273. Inlet area. So the normal shock wave appears where AX, where the cross area, duct area is 1.273 times the inlet area. So that's the first part in the answer. മനസ്സിലായോ? എഴുതിയോ? മനസ്സിലായോ? ഡക്ട് ഏരിയ നോർമൽ ഷോക്ക് അപ്പിയർ ചെയ്യുന്നത് വേർ ദി ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ ഈസ് 1.237 ടൈംസ് ദി ഇൻലെറ്റ് ഏരിയ. സെക്കൻഡ് പാർട്ട് ഇനി അധികം ചെയ്യാനൊന്നുമില്ല, പെർസെന്റേജ് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കണ്ടുപിടിക്കാനാണ്. അത് ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ഡാറ്റ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. പെർസെന്റേജ് ലോസ് ഈക്വൽ ടു ഏതാണ് അങ്ങനെ കാണുന്നത്? POY POX മൈനസ് POY. ഇതാണ് ലോസ്. ഇതിന്റെ പെർസെന്റേജ് കാണണമെങ്കിൽ ഡിവൈഡഡ് ബൈ POX ഒറിജിനൽ, അല്ലെങ്കിൽ ഷോക്ക് വേന മുമ്പുള്ളത് POX into 100. ഇത് you can write this as equal to 1 minus അങ്ങനെ എഴുതാം POY by POX into 100. ഓക്കെ, ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കിട്ടുക, എത്രയെന്ന് എഴുതുക, അത്രയും പെർസെന്റേജ് ആയിരിക്കും. Then another thing is entropy change കാണാൻ പറഞ്ഞിട്ടുണ്ട്. So that is delta S equal to, ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് കാൽക്കുലേഷനിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. RLN entropy change ഇക്വേഷൻ എന്താണ്? RLN POX by POY. നമ്മൾ എഴുതിയിരിക്കുന്നത് POX by POY എന്നാണ്. POX by POY. ഇതില് 6 തന്നിട്ടുണ്ട്. POY by POX ന്റെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ POX by POY. ഇത് എൻട്രോപ്പി ചേഞ്ച് ദാറ്റ് മച്ച് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് കംപ്ലീറ്റ്സ് ദി പ്രോബ്ലം. മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങള് കാണാൻ പറയാതിരുന്നിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. റെസ്പോണ്ട്, കാരണം നിങ്ങൾ ടൈപ്പ് ചെയ്താല് ഞാൻ ആ സ്ലൈഡിന്റെ മുമ്പിലായിരിക്കുന്നത്. നിങ്ങൾ ചാറ്റിൽ ടൈപ്പ് ചെയ്താൽ എനിക്ക് കേൾക്കില്ല, ഞാൻ കാണത്തില്ല. ഷെയർഡ് പൊസിഷനിൽ അല്ലെങ്കിൽ ഞാൻ ആ പ്രസന്റേഷൻ മോഡിലല്ലായിരിക്കണം. നിങ്ങൾ സൈഡില് എന്തെങ്കിലും ചാറ്റ് ചെയ്താൽ എനിക്ക് കാണാവുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഞാൻ ഷെയർഡ് എന്താണോ സ്ക്രീൻ, ആ സ്ക്രീനാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് നോക്കുക, ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. വൺ മോർ പ്രോബ്ലം ഇസ് ദെയർ ഇൻ ദ സ്ലൈഡ്, അത് നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇത് ചെയ്തു, ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ വിൽ മീറ്റ് ടുമാറോ. നാളെയും ചിലപ്പോൾ ക്ലാസ് ചേഞ്ച് വരും, അല്ലെങ്കിൽ 12:30 എടുക്കാൻ പറ്റില്ല, ഞാൻ ഇൻഫോം ചെയ്യാം നിങ്ങൾക്ക്. അതർവൈസ്
ആസ് ഓഫ് നൗ 12:30 തന്നെ ലാസ്റ്റ് ടൈം. ഇതിന് ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ Okay, sir. Okay. ഓക്കെ, സീ യു ടുമോറോ. Thank you, sir. Okay, sir.